സംസ്ഥാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആവേശം കടുക്കുന്നു. സൂക്ഷ്മ പരിശോധന കഴിഞ്ഞതോടെ യഥാർത്ഥ സ്ഥാനാർത്ഥികളുടെ ചിത്രം തെളിയുകയാണ്. തിങ്കളാഴ്ച നാമനിർദ്ദേശം പിൻവലിക്കാനുള്ള സമയപരിധി കൂടി കഴിയുന്നതോടെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലെ യഥാർത്ഥ സ്ഥാനാർത്ഥി ചിത്രം അറിയാം. ഇനി 20 ദിവസം മാത്രമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെ താപനിലയെ വകവയ്ക്കാതെയുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ ചൂടിലാണ് സ്ഥാനാർത്ഥികൾ. നാമനിർദ്ദേശ പത്രിക സമർപ്പണം കഴിഞ്ഞതും സൂക്ഷ്മ പരിശോധന പൂർത്തിയായ സാഹചര്യത്തിലും സംസ്ഥാനത്ത് യഥാർത്ഥ സ്ഥാനാർത്ഥികളുടെ അന്തിമ ചിത്രം തെളിയുകയാണ്. തിങ്കളാഴ്ച നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി കൂടി കഴിയുന്നതോടെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ എത്ര സ്ഥാനാർത്ഥികൾ ഉണ്ടെന്നറിയാം. വിവിധ വിഷയങ്ങളിലൂന്നി തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുക്കുമ്പോൾ മുന്നണികളും ആവേശത്തിലാണ്. തീരദേശ മേഖലകളും മലയോര മേഖലകൾക്കുമൊപ്പം നഗരമേഖലകൾ കേന്ദ്രീകരിച്ചും തലസ്ഥാനത്തെ സ്ഥാനാർത്ഥികളുടെ പര്യടനങ്ങൾ തുടരുകയാണ്. സൂക്ഷ്മ പരിശോധന പൂർത്തിയായതോടെ സ്ഥാനാർത്ഥികളുടെ രണ്ടാം ഘട്ട പ്രചരണങ്ങൾക്കും തുടക്കമായിരിക്കുകയാണ്. വിവിധ മേഖലകളിലെ പ്രമുഖരെ കാണുന്നതോടൊപ്പം റോഡ് ഷോയ്ക്കും മണ്ഡല പര്യടനത്തിനുമാണ് രണ്ടാം ഘട്ടം തലസ്ഥാനത്തെ സ്ഥാനാർത്ഥികൾ പ്രാധാന്യം നൽകുന്നത്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി മണ്ഡല പര്യടനം ഉൾപ്പെടെ പ്രചാരണങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞു. ഇടത് വലത് മുന്നണികൾ NDAയ്ക്കൊപ്പം എത്താനുള്ള തിരക്കിലാണ്. വികസനം മാത്രം ഊന്നിയാണ് NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ പ്രചരണം കൊഴുപ്പിക്കുന്നത്. കൂടുതൽ കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ റോഡ് ഷോയ്ക്കും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനുമായി വരും ദിവസം മണ്ഡലത്തിലെത്തുന്നതോടെ പ്രചാരണ ചൂട് കൂടുതൽ കടുക്കും. ജനം, തിരുവനന്തപുരം.